വികസന സ്വപ്നങ്ങൾക്ക് പുത്തനുണർവേകി ജലവിമാനം സീപ്ലെയിൻ. ബോൾഗാട്ടിയിൽ നിന്നും പറന്നുയർന്ന വിമാനം മാട്ടുപ്പെട്ടിയിൽ ജലവിധാനത്തിൽ നൗകയായി മാറിയത് കൗതുക കാഴ്ചയായി. ബോൾഗാട്ടിയിൽ മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ളവരുമായി ഒരു റൗണ്ട് യാത്ര നടത്തിയതിനു ശേഷമാണ് മാട്ടുപ്പെട്ടിയിലേക്ക് ജലവിമാനം പുറപ്പെട്ടത്. ഇടുക്കി ജില്ലയുടെ ഹൈറേഞ്ചിൽ ചരിത്രത്തിലാദ്യമായാണ് ജലവിമാനം ഇറങ്ങിയത്. കരയിലും വെള്ളത്തിലും പറന്നിറങ്ങാനും പറന്നുയരാനും കഴിയുന്ന ആംഫിബിയൻ വിമാനം. വെള്ളത്തിലും ടേക്ക് ഓഫ് ചെയ്യാനുള്ള കരുത്തുണ്ടിതിന്. ഒറ്റത്തവണ ഇന്ധനം നിറച്ചാൽ 400 കിലോമീറ്റർ വരെ സഞ്ചരിക്കാം. കൊച്ചിയിലെ ബോൾഗാട്ടിയിൽ നിന്ന് പറന്നുയർന്ന സീപ്ലെയിൻ അണക്കെട്ടിൽ പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന എയ്റോഡ്രോമിൽ ഇറങ്ങി. പറന്നിറങ്ങിയ വിമാനം മാട്ടുപ്പെട്ടിയിൽ ജലവിധാനത്തിൽ നൗകയായി മാറി. ഒരു സമയം 15 പേർക്ക് ജലവിമാനത്തിൽ യാത്ര ചെയ്യാം. കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ച് ടൂറിസം സർക്യൂട്ടിനാണ് സംസ്ഥാന സർക്കാർ ജലവിമാനം കൊണ്ട് ലക്ഷ്യമിടുന്നത്. മന്ത്രി റോഷി അഗസ്റ്റിൻ, MLA മാരായ MM മണി, A രാജ, ജില്ലാ കളക്ടർ V വിഘ്നേശ്വരി എന്നിവർ ചേർന്ന വിമാനത്തെ സ്വീകരിച്ചു. സീപ്ലെയിൻ എത്തുന്നതുമായി ബന്ധപ്പെട്ട് മാട്ടുപ്പെട്ടിയിൽ ഡാമിലും പരിസര പ്രദേശങ്ങളിലും ഡ്രോൺ പറത്തുന്നത് നിരോധിച്ച് കളക്ടർ ഉത്തരവിറക്കിയിരുന്നു. കൊച്ചി കായലിൽ പറന്നിറങ്ങിയ വൈമാനികർക്ക് സംസ്ഥാന സർക്കാർ സ്വീകരണവും നൽകി. ന്യൂസ് ഡെസ്ക് മെട്രോ 7. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്